ഹോസ്പിറ്റലായിരുന്നു. രേണുവിന് ക്യാൻസറാണ്, എല്ലാവർക്കും അറിയാലോ. പക്ഷേ ഇന്ന് ഹോസ്പിറ്റലിൽ പോയത് ക്യാൻസറുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യത്തിനായിരുന്നില്ല. രേണു ഒന്ന് രാവിലെ കയറി ഒന്ന് തൂങ്ങിയായിരുന്നു ഫാനിൽ. അപ്പം രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ലിബു കണ്ടതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ന് ഈ നേരത്തെ ആ കൊച്ചിനെ പെട്ടിയിൽ വയ്ക്കായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞതാണ് ഏറ്റവും കൗതുകകരമായിട്ട് എനിക്ക് തോന്നിയത്. ഇവളുടെ മൂത്ത മകനെന്ന് അവകാശപ്പെടുന്ന ഒരു പരനാറിയുണ്ട്, അവനെ അങ്ങനെ തന്നെ വിളിക്കണം, വേറെ നാറിയാണ്. അവൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. അത് കണ്ടിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുകൊണ്ടാണ് അത്ര അവൾ തൂങ്ങിയത്. ഞാൻ നമ്മളെ കുറേ ചീത്ത വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിരുന്നു പറഞ്ഞ പോലും ഈ ഒരു അസുഖത്തിൽ നിൽക്കുന്ന ഒരാളാണ്. മാനസികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ തകർന്നു പോകും. വേണമെന്ന് ഹോസ്പിറ്റലിൽ സത്യമാണ് പറഞ്ഞത്. സീരിയസ്ലി രേണു രാവിലെ കടക്കേറി തൂങ്ങിയോ? ഓഹോ, വിശ്വസിക്കാൻ പറ്റുന്ന എന്തെങ്കിലും നോണ പറയണം കേട്ടോ. ഇനി വരുമ്പോ ഇത് ഇച്ചിരി വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. കാരണം എന്താണെന്ന് അറിയോ? കാരണം ഇത് രേണുവാണ്, രേണു സുധിയാണ്. അവളെ തല്ലിക്കൊന്നാലും അവൾ ആ പരിപാടി ചെയ്യത്തില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. 2-3 തവണ കയറിയിട്ടുണ്ട്, മുന്നേയൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ അവർ ഒരിക്കലും അത് ചെയ്യത്തില്ല എന്ന് നന്നായിട്ട് അറിയാം. കാരണം ഏതൊരാൾക്കും ഇതുപോലെ ഒരു അസുഖമൊക്കെ വരുമ്പോഴത്തേക്ക് കൂടുതലും ജീവിക്കാനാണ് ആഗ്രഹം. പിന്നെ അത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വഴി പറയാനുണ്ട്, കുറച്ചധികം കാര്യങ്ങൾ പൊളിച്ചടുക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പം സോ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടും കാണാൻ ശ്രമിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. പിന്നെ കമന്റ്, നിങ്ങൾ ഈ വീഡിയോ ഫുള്ളും കണ്ടതിന് ശേഷം മാത്രമേ കമന്റ് ചെയ്യാവുള്ളൂ. എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം നമ്മൾ ഇങ്ങനത്തൊരു വലിച്ചിട്ടതാണ്, ഞാൻ അടക്കമുള്ള കുറെ അധികം ആൾക്കാർ ഈ ഒരു സബ്ജക്ട് എടുക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇട്ടെറിഞ്ഞിട്ട് പോയ ഒരു കേസാണ്. പക്ഷെ ഇതാരാണ് ഇങ്ങോട്ട് നമ്മളെ വലിച്ച് അടിപ്പിക്കുന്നത്? രേണുവാണ് ഒരു കാന്തം പോലെ നമ്മൾ ഇതിനകത്തോട്ട് വലിച്ച് അടിപ്പിക്കുന്നത്. ആ ഒരു ഹിറ്റ് എന്താണ്, നമ്മുടെ കിച്ചുവിന് കൊടുത്തു, കിച്ചു തിരിച്ചു കൊടുത്തു, കിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. അതുപോലെ തന്നെ ഓരോരുത്തരുടെ വീഡിയോസ് എടുത്ത് രേണു എടുത്ത് സ്റ്റോറിയാക്കി, കിച്ചുവിനെതിരെ അടിക്കുന്നവരുടെ വീഡിയോ എടുത്ത് സ്റ്റോറിയാക്കി, അങ്ങനെ പലതും പറഞ്ഞ് രേണു തന്നെയാണ് നമ്മൾ ഈ സബ്ജക്ട് പറയിപ്പിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തത്. അപ്പം ഒരു കുറെ അധികം നെഗൊക്കെ അടിച്ചപ്പോഴത്തേക്ക് സുഹൃത്താണെന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി വന്നിട്ട്, ഇവൻ ഏതാന്ന് അറിയത്തില്ല, ഏതോ ഒരു പണ്ട് കണ്ട ഒരു വീഡിയോ അത് കണ്ടിട്ടുണ്ട്. അപ്പം ഇവൻ വന്നിട്ട് പറഞ്ഞു രേണുസുതി രാവിലെ ഇന്ന് തൂങ്ങിയായിരുന്നു പറഞ്ഞു. ആരോടാണ് അളിയാ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്? രാവിലെ രേണുവിന്റെ റീൽ ഇങ്ങനെയായിരുന്നു, അനക്കാൻ വയ്യാത്ത കൈയും കാലും, പിന്നെ അതിന്റെ അടിയിലുള്ള ഒരു ക്യാപ്ഷനും, കൈക്ക് നല്ല പെയിൻ ആണ്, കൈ അനക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇത്. അപ്പം ഇത്രയും വയ്യാഴിയിൽ നിൽക്കുന്ന ആൾ എങ്ങനെയാണ് ഒരു ഫാനി കയറി തൂങ്ങുന്നത്? തൂങ്ങണമെങ്കിൽ കുറച്ച് റിസ്ക് ആണ്. നമ്മൾ കയറുണ്ടെങ്കിൽ അതിനകത്ത് കുരുക്കിട്ടിട്ട് ഒരു സ്റ്റൂൾ എങ്ങാനും വെച്ചിട്ട് കയറിയിട്ട് തലയിൽ കൂടി ഇട്ടിട്ട് വേണം തൂങ്ങാന്. കുറച്ച് ആരോഗ്യം വേണം. അതല്ല പിന്നെ ഷാളോ ബെഡ്ഷീറ്റ് ഒക്കെ എടുക്കണമെങ്കിൽ അത് നന്നായിട്ട് പിരിച്ച് അങ്ങനെ ആക്കി കെട്ടി നല്ല ടൈറ്റ് ആക്കി വെച്ചിട്ട് വേണം ഇതാക്കാൻ. അപ്പം വിശ്വസിക്കാൻ പറ്റുന്ന എന്തെങ്കിലും നുണയായിട്ട് വരുവാണെങ്കിൽ അത് കുറച്ച് കൊള്ളാമെന്ന്. കാരണം നമ്മൾ കുറേയായി രേണുവിനെ കാണാൻ തുടങ്ങിയിട്ട്. പിന്നെ അളിയൻ ഇതിനകത്ത് പറയുന്ന കുറെ അധികം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് കേട്ടു നോക്ക്. എന്നിരുന്നാൽ പോലും ഞാൻ പറയാം, ഈ കിച്ചു എന്ന് പറയുന്ന ഒരുത്തൻ, അവനെ എന്താ പറയുക, കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാരും കുറച്ച് അമ്മച്ചിമാരും എല്ലാം സ്വന്തം മകനായിട്ട് കേരളത്തിന്റെ ദത്തുപുത്രനായിട്ടൊക്കെ കൊണ്ടുനടക്കുന്നത്. ഈ നാറിയൊന്നും അങ്ങനെ മോനല്ല, അവനൊന്നും അങ്ങനെ കൊണ്ടുനടക്കില്ല. രേണു പറയാതെ പറഞ്ഞു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവൻ പറഞ്ഞത് 2 വയസ്സ് വരെ അവന് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടുള്ളൂ, പെറ്റമ്മയുടെ സ്നേഹം കിട്ടും. പെറ്റമ്മയുടെ സ്നേഹം കിട്ടണമെങ്കിൽ അതിനൊരു ക്വാളിറ്റി വേണം. പെറ്റമ്മ പോയത് പോറ്റമ്മ വന്നല്ലോ. സ്വന്തം അമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണാനായിട്ട് പഠിക്കണം, ശരിയല്ലേ? അമ്മയെ അമ്മയായിട്ട് കാണണം, എങ്കിലേ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതെ, അമ്മയായിട്ട് കാണും, എന്നാലും അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് തന്നെയാണ് നമുക്ക് തിരിച്ചു അങ്ങോട്ട് പറയാനുള്ളത്. മകന്റെ കൂട്ടുകാരനെ സ്വന്തം മകനായിട്ട് കാണണം. വേറെ കൂടുതൽ ഞാൻ വിവരിക്കേണ്ടല്ലോ അല്ലെ? അല്ലെങ്കിൽ പലത് ഇതൊക്കെ പണ്ടേ നടന്ന സംഭവമാണ്. എത്രയോ മാസങ്ങൾക്ക് മുമ്പേ നടന്നിരുന്ന സംഭവങ്ങളാണിത്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ നമ്മളെ കൊണ്ട് എടുത്ത് വിളമ്പിക്കരുത്. ഇതുവരെ ഇതൊന്നും വന്ന് വിളമ്പിയിട്ടില്ല. അപ്പൊ രേണുസുധിയും പല തവണ ഈ ഒരു കാര്യം പറയാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കിച്ചു ഇന്നാളെ ഒരു ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്തും ചിലപ്പോൾ മേ ബി ഇങ്ങനെ ഒരു ആരോപണം എന്റെ മേലിൽ വന്നേക്കാം. അപ്പോഴും ഞാൻ എന്റെ വീഡിയോയിലൂടെ ഒരു ഹിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മാത്രമല്ല, എന്തിനാണ് കിച്ചു അവിടുന്ന് ഇറങ്ങിയതെന്നും, അതുപോലെ തന്നെ എന്തിനാണ് രേണുസുധിയുടെ അച്ഛൻ്റെ തല്ലാൻ കൈ ഓങ്ങിയതെന്നും, തിരിച്ച് രേണു ആ സമയത്ത് എന്തിനാണ് തൂങ്ങാൻ കയറുന്നതെന്നും, എന്തിനാണ് രേണുവിന്റെ കൊങ്ങായിക്ക് അച്ഛൻ പിടിച്ചതെന്നും ഇതൊന്നും നമ്മളെ കൊണ്ട് പറയിപ്പിക്കരുതേ. ഞാൻ അടക്കമുള്ള കുറേയധികം യൂട്യൂബേഴ്സിന്റെ കയ്യിൽ നിങ്ങളുടെ ഏറ്റവും ഇസഡ് കാര്യങ്ങളുണ്ട്. പക്ഷെ അവരാരും പുറത്ത് വന്ന് പറയത്തില്ല, പറയാൻ പോകത്തുമില്ല. പക്ഷെ പറയേണ്ടി വരും. നിങ്ങൾ ഇതുപോലെ കോലിട്ട് കുത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ പുറത്ത് ചാടും. രേണുവിന് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് 10-37 വയസ്സെങ്കിലും ആയില്ലേ? കുറച്ച് മെച്യൂരിറ്റി ആയിട്ടില്ലേ? പന പോലെ വളർന്നില്ലേ? ഈ ഒരു അവസരത്തിൽ ഒന്ന് ഒതുങ്ങിട്ട് എന്തെങ്കിലും പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കാതെ, അല്ലെങ്കിൽ ആ ചെറുക്കനെ അടിക്കാൻ കിട്ടുമ്പോൾ ഒരു അവസരം കിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കാണ്ട് ഒന്ന് ഒതുങ്ങി ജീവിക്കാൻ പഠിക്കുക.
അതുപോലെ എന്റെ സംശയം എടാ ഇവരുടെ വീട്ടുകാരും കൂട്ടുകാരും കൂടെ ഉള്ളവരെല്ലാം ഇതുപോലെ മുണ്ണകളാണോന്നാ. ആ കൊച്ചിനോട് നല്ലൊരു കാര്യം പറഞ്ഞു കൊടുത്ത് അതിന്റെ രീതിക്ക് വരണ്ടേ. നീ ഇപ്പൊ അടിയും പിടിയും വെക്കേണ്ട സമയമല്ല, നീ ഇപ്പൊ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഈ രോഗത്തോട് മല്ലിടുകയാണ്. ഇപ്പം സോഷ്യൽ മീഡിയ പോയി കിടന്ന് അടി വെക്കുന്ന ആ ഒരു സമയമൊക്കെ അല്ല. നമുക്ക് അതെന്തേലും ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോകാം. നീ നിന്റെ ചെറിയ ചെറിയ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇട്ട് നിനക്ക് പറ്റുന്ന പോലെ ഇട്ട് അങ്ങനെയൊക്കെ നമുക്ക് പോകാം. നമുക്ക് ഈ ചികിത്സയാണ് ഇപ്പോൾ മുഖ്യം എന്ന് പറഞ്ഞു കൊടുക്കാൻ ആ വീട്ടിൽ ആരുമില്ലേടേ, ആരുമില്ലേ. അതുപോലെ തന്നെ കിച്ചുവിന്റെ ഇടയ്ക്കും ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. കിച്ചു നിനക്ക് 10-22 വയസ്സായി. നിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ രേണു അത്രയും പോലും ബോധവും കാര്യങ്ങളൊന്നും ഇല്ല, കൂടെ നിൽക്കുന്നവർക്ക് അത്രയും പോലും ബോധമില്ല. അപ്പൊ നീ നിന്റെ ഒരു പക്വത വെച്ചിട്ട് ഇനി എന്ത് പറഞ്ഞാലും അതങ്ങ് വിട്ട് കളഞ്ഞേക്കെ. അത്യാവശ്യത്തിനെല്ലാം കൊടുത്തു. അതുകൊണ്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും വരണ്ട. ഈ രണ്ട് ആൾക്കാരും ഒരാൾ മരിച്ചത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു വന്ന രണ്ട് വ്യക്തികളാണ്. ഈ കിച്ചു ആണേലും രേണുസുതി ആണേലും കൊല്ലസുതി മരിച്ചുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട രണ്ട് വ്യക്തികളാണ്. അങ്ങനെയാണ് ഈ ലോകത്തോട്ട് ഇറങ്ങി. അല്ലാതെ ആന കുതിര ചേന കാര്യങ്ങളൊന്നും ഇവര് ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ അപരാധം ചെയ്തിട്ടാണ് രേണു ഈ ഫീൽഡിലോട്ട് വന്നത്. അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല, പഴയതിലോട്ട് ഓർമ്മിക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പം എന്തൊക്കെയായാലും ഇതൊക്കെയാണ് ഇന്ന് രാവിലത്തെ പൊട്ടിത്തെറികൾ. നിനക്ക് പഴയതുപോലെ നെഗറ്റീവ് റീച്ച് കിട്ടി ഇവിടെ നിൽക്കണമെങ്കിൽ നീ കാണിക്കുന്ന വളരെയധികം മണ്ടത്തരമാണ്. ഇപ്പം നിന്നെ സ്നേഹിക്കാത്തവരും കൂടെ, പണ്ട് സ്നേഹിക്കാത്തവരും കൂടെ ഇപ്പൊ നിന്നെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഓരോ വിവരക്കേട് കാണിക്കുമ്പോൾ ചിലപ്പം അവരും കൂടെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് അവരുടെ പാട്ടിന് പോകും. ഞാൻ തന്നെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഡെയിലി. ഒരു കാര്യമില്ലാണ്ട് ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നിന്റെ വീഡിയോ ഫുള്ള് വരുന്നുണ്ട്, വെറുപ്പിക്കലാണെങ്കിൽ ഇത് കാണുന്നുണ്ട്. നമുക്ക് സീരിയസ്ലി എനിക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ല ഇങ്ങനെ രോഗാവസ്ഥയിൽ കിടക്കുന്ന ബ്ലോഗ് കാണാനും ഒന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. എന്നാലും അവർക്ക് ഒരാൾ കാണുമ്പോൾ അത്രയും കൂടെ പൈസ കിട്ടുമല്ലേ എന്ന് ഓർത്തുകൊണ്ട് നമ്മളൊക്കെ ഇരുന്ന് കാണുന്നത്. അതും കൂടെ നീ ഇരുന്ന് കളയരുത്. അപ്പം ഈ കൂട്ടുകാരാ നിനക്ക് ഇച്ചിരിയും ബോധം ഉണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി നീ ഇരിക്ക്. അതിന്റെ ഇടയിൽ കൂടെ നീ വണ്ടി കയറ്റാതെ. ഓക്കെ. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ശാരികയുടെ എന്തോ പറഞ്ഞ് റീൽ എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു രേണുസുതി. ഈ കൂട്ടുകാരൻ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കൂട്ടുകാരന് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞാല് നമ്മുടെ വായിന്ന് അറിയാതെ പലതും വന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ശാരിക ചേച്ചിയിലോട്ട് പോകാം. ഹലോ ഡാർലിങ്സ്, ഏവർക്കും റിയാലിറ്റി ബൈ ശാരികയുടെ റിയാലിറ്റി റിയാക്സിലേക്ക് സ്വാഗതം. ഇങ്ങനൊരു വീഡിയോ ഇനി ചെയ്യണ്ട എന്ന് ഞാൻ കരുതിരുന്നതാണ്, പക്ഷെ ചെയ്യാതിരിക്കാനായില്ല മക്കളെ. വേറൊന്നുമല്ല, രേണുസുതിയെ കുറിച്ചാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രേണുവിനെ കുറിച്ച്. ഈ അവസ്ഥയിൽ ഇങ്ങനെ അവളെ കുറിച്ച് വീഡിയോ ഒന്നും ചെയ്യേണ്ടെന്ന് ഞാൻ കരുതുന്നതാണ്, പക്ഷെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. വേറൊന്നുമല്ല, അവൾ രോഗം ബാധിച്ച് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കണ്ടീഷനിലൂടെ കടന്നു പോകുന്നു. ആ സമയത്ത് അവൾക്ക് പ്രിയപ്പെട്ട ഒരാൾ അവളെ കാണാൻ ചെന്നില്ല. അവളെ ഒരിക്കൽ വളർത്തിയ അവളുടെ മകൻ എന്നറിയപ്പെടുന്ന രാഹുൽ ദാസ് എന്ന കിറ്റ്സോ അവളെ കാണാൻ ചെന്നില്ല എന്ന് അവൾ വളരെ ദണ്ണപ്പെട്ട ഒരു വീഡിയോയിൽ ഇരുന്ന് പറഞ്ഞു. ഇത് രേണുവിന്റെ മകനല്ല, സോറി ക്ഷമിക്കണം കേട്ടോ, എനിക്കൊരു തെറ്റ് പറ്റി. റാണുവിന്റെ മകനല്ല, സുധിയുടെ മാത്രം മകനായ രാഹുൽ ദാസ് എന്നറിയപ്പെടുന്ന കിച്ച കാണാൻ ചെന്നില്ല. ഋത്തപ്പനെ കാണാൻ വന്നില്ല. ഞാൻ ഇത്ര ഒരു അവസരത്തിൽ കിടന്നത് സ്വാഭാവികമാണ്. നമ്മുടെ ഇത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഈ ഒരു അവസരത്തിൽ ഞങ്ങളും വീഡിയോ ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പുല്ലിട്ടച്ച് പോയ കേസ് കേട്ടാണ്. പിന്നെ ഈ രേണു ഇങ്ങനെ വായി കോലിട്ട് കുത്തി ചെയ്യിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങൾ എന്തിനാണ് തള്ള ഇങ്ങനെ വന്നിരുന്ന് പറയുന്നത്? റിയാലിറ്റി ബൈ ശാരിക. ഇവർക്ക് ഈ ഒരു ടോൺ മാത്രമേ ഉള്ളൂ, മര്യാദയ്ക്ക് സംസാരിക്കരുതില്ല. ആരാണ്ട് തല്ലാൻ പോകുന്ന പോലെയാണ് സംസാരം. ജീവിതം തുലാസിൽ നിൽക്കുമ്പോൾ, നമ്മുടെ ജീവൻ തുലാസിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരൊന്ന് കാണാൻ വന്നിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോകും. അവളതൊരു പരാതിയായിട്ടല്ല, ഒരു പരിഭവമായിട്ടാണ് അത് പറഞ്ഞത്. ഇതെല്ലാം കേട്ട് ഒരു ലോഡ് പുച്ഛം ഇറക്കി ഈ കിച്ചോ എന്ന് പറഞ്ഞവൻ കെട്ടി ഒരുങ്ങി പോകാൻ ഇറങ്ങുന്ന രേണുവിനെ കാണാൻ പോകാൻ ഇറങ്ങുന്നതിന് മുൻപ് പരാതിക്കാരുടെയൊക്കെ പരാതി അങ്ങോട്ട് തീരട്ടെ എന്നും പറഞ്ഞ് ഒരു വീഡിയോ കൂടെ ഇറക്കിയിട്ടാവും പോയത്. അത് അവനെ നാട്ടുകാരെടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് അവിടെ രേണുവിനെ കാണാൻ ചെല്ലുന്നു. പക്ഷേ രേണുവിനെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ അവൻ നാട്ടിൽ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് അവനൊരു വീഡിയോ അങ്ങോട്ട് ചെയ്യുന്നു. രേണു അമ്മയെ അവൻ വെറുക്കാനുള്ള കാരണം ഇതാണ്. ഈ രേണു പണിക്ക് ഇറങ്ങി ആൽബത്തിൽ അഭിനയിക്കാൻ. അന്ന് അവളുടെ അഭിനയത്തെ ആരും അംഗീകരിച്ചിട്ടില്ല. ഇന്നും ആരും കുറെ പേരധികം അംഗീകരിച്ചിട്ടില്ല. കോപ്രായം, അതാണ് അതിന് അവൾക്ക് കിട്ടിയ വേർഡ്. ആ കോപ്രായങ്ങൾ അവളുടെ വിജയകിരീടമായിട്ട് എടുത്ത് ചൂടുകയും അവളെ ഇഷ്ടപ്പെടാത്തവരെ കൊണ്ട് അവളെ വൈറലാക്കുകയും ചെയ്ത് പിടിപിടിക്കുകയാണ് രേണുസുതി. അതിനകത്ത് നമ്മൾ കാശുണ്ടാക്കി. ആ കാശിന്റെ അങ്ങനെ ചുണ്ട് കടിച്ചും കോപ്രായം കാണിച്ചു എന്നൊക്കെ നീ പറയുന്ന ആ എക്സ്പ്രഷൻസ് കാണിച്ചിട്ട് തന്നെയാടാ അവൾ ആൽബങ്ങളിൽ അഭിനയിച്ചും സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കിയും കാശുണ്ടാക്കിയത്. ആ കാശിന്റെ ഒരു പങ്ക് വാങ്ങിച്ച് തിന്നിട്ട് നിനക്ക് നാണം ഉണ്ടോ കിച്ചു ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയാനായിട്ട്? എനിക്ക് ഇവരുടെ ചൊറിഞ്ഞ വർത്താനം കേൾക്കുമ്പോഴത്തേക്ക് നല്ല തേമ്പ് വെച്ച് കൊടുക്കാൻ തോന്നും. അതുപോലെ സീരീസിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ ഗൈസ്, നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കും. ഭയങ്കര അഭിമാനത്തോടെയാണ് ഈ വന്ന് പറയുന്നത്. അവൾ അന്ന് കാണിച്ച വൃത്തികേടും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വന്ന ചാറ്റും അവന്മാര് ചോദിച്ച ഓരോരോ കോഷ്ടികൾക്കും ചാറ്റിനും അവൾ അതിനനുസരിച്ച് നിന്ന് ഒരു ബട്ടൺ സൂരാമോ എന്ന് വരെ ചോദിച്ചവന്മാരുണ്ട്. അത് മാത്രമല്ല എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത് കിച്ചുവിനെ പോലുള്ള മാനാഭിമാനം ഉള്ളവർ പറയൂടാ. മാനാഭിമാനം ഉള്ളത് പറയും. എന്റെ അമ്മ അങ്ങനെ പോകത്തില്ല, അത് വേറെ കാര്യം. പോട്ടെ, ഞാൻ അങ്ങനെ പോയിട്ട് അങ്ങനെ ഞാൻ അങ്ങനെ പോയിട്ട് എന്റെ പിള്ളേർക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്ന കാര്യം ഒന്ന് ആലോചിക്കുകയും എനിക്കൊന്നും പറയില്ല. രേണുവിനെക്കാളും കട കെട്ടി പ്ലക്ക് ചെയ്ത് നടക്കുന്ന ഐറ്റങ്ങളാണ് ഇതുപോലുള്ള ഐറ്റങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരുള്ളൂ. ഒന്നാമത്തെ കാര്യം അത്. അപ്പം ഇതുപോലെ കട കെട്ടി നടക്കുന്നവർക്കും
കുത്തഴിഞ്ഞ ജീവിതം കൊണ്ട് നടക്കുന്നവന്മാർക്കും ഇതൊക്കെ വലിയൊരു മാനാഭിമാനം ഇല്ലാത്തവർക്കും ഇതൊന്നും വലിയ കാര്യമായിട്ട് തോന്നത്തില്ല. അവർക്കൊക്കെ ആസ് യൂഷ്വൽ അവരുടെ ലൈഫ് സ്റ്റൈലിൽ നടക്കുന്ന എന്തോ ഒരു പ്രവൃത്തിയായിട്ടേ തോന്നുള്ളൂ. അപ്പം കുടുംബ മഹാത്മ്യം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിങ്ങളോടൊന്നും പറഞ്ഞ് വലിയ കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഫുള്ളും വീഡിയോ വെക്കുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് ഓടി ഈ ഒരു രേണുസുതി കാണിച്ചു കൂട്ടിയ കുറെ അധികം കോപ്രായങ്ങൾ ഇതെടുത്ത് സ്റ്റോറി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം സ്റ്റോറി ആക്കുന്നതിന് അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനോട് യോജിക്കുന്നു എന്നാണല്ലോ, എന്നെ സപ്പോർട്ട് ചെയ്ത് ഇതിനോട് യോജിക്കുന്നു എന്നാണ്. ഒന്നിനും വിവരമില്ല, വെള്ളിയാഴ്ചയില്ല, ഒന്നുമില്ല. അപ്പം ഇതൊന്ന് പറയണം തോന്നി, അതുകൊണ്ട് വന്നതാണ്. അപ്പൊ ഗൈസ് കൂടുതലൊന്നും പറയില്ല. ഇപ്പം കുറച്ച് ആ സ്നേഹവും അലിവും ഒക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെയല്ലേ കാട്ടിക്കൂട്ടി വെക്കുന്നത്. അപ്പൊ എങ്ങനെ തോന്നാതിരിക്കും? അപ്പം എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നിയ വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ ബൈ.